കണ്ടോ നമ്മളെ റയാൻകുട്ടൻ്റെ ഒരു കള്ളപ്പണിയാണ് കേട്ടോ. എൻ്റെ ഉമ്മച്ചി ഫോണ് വന്നപ്പോൾ അതിലിരുന്നതാണ് കുറച്ച് നേരം. ആൾക്ക് വിശന്നിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ട്. ആൾ പതുക്കെ പോയിട്ട് പുട്ടും കുറ്റി എടുത്ത് വന്നിട്ട് അതിന്ന് പുട്ടെടുത്ത് തിന്നാണ്. നമ്മൾ കുട്ടികൾ തിന്നണില്ല, എത്ര ഉന്തി കൊടുത്താലും തിന്നാത്ത പരാതിയൊക്കെ പറയുമല്ലോ. സത്യത്തിൽ കുട്ടികൾക്ക് വിശപ്പ് വന്നിട്ടില്ല എന്നുള്ളതാണ്. എന്തെങ്കിലുമൊക്കെ കുട്ടികൾക്ക് നമ്മൾ കൊടുത്തിട്ടുണ്ടാവും. വല്ല ബേക്കറിയോ അതല്ലെങ്കിൽ എന്തെങ്കിലും സ്വീറ്റ്സൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ കുട്ടികളെ വിശപ്പ് പോകും. വിശന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ കുട്ടികൾ താനെ എടുത്ത് തിന്നും എന്നുള്ളതിനുള്ളൊരു തെളിവും കൂടിയാണ് കേട്ടോ ഇത്. ഇപ്പോൾ ആളെ ഞാൻ ഈ വീഡിയോ എടുക്കുന്നുണ്ടെന്ന് കണ്ടപ്പോൾ എണീറ്റ് വന്നതാണ്. ആരും കാണാതെ ഉമ്മ അവർ സംസാരിക്കുന്ന സമയത്ത് ആൾ പോയിട്ട് അതെടുത്ത് തിന്നിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പം കുട്ടികൾക്ക് നല്ല ബുദ്ധിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അവർക്ക് വിശപ്പുണ്ട് എന്നുണ്ടെങ്കിൽ അവർക്ക് എടുത്ത് തിന്നാനും പറ്റും എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ കുത്തി കൊടുക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ ശ്രദ്ധിക്കുക, കുട്ടികൾ എന്തെങ്കിലും ബേക്കറിയോ അതല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സ്വീറ്റ്സൊക്കെ കഴിച്ചിട്ടുണ്ടോ എന്നുള്ളത് നോക്കുക. അതുകൊണ്ടാവും കുട്ടികൾ തിന്നാത്തത്. പിന്നെ കുട്ടികളെ വിടുക, അവർ വിശക്കുമ്പം അവർ കഴിച്ചോളും. ചിലപ്പോൾ ഒരു ദിവസം കഴിക്കാതെ നിന്നിട്ടുണ്ടെന്നുണ്ടെങ്കിലും കുഴപ്പമില്ലയെന്ന്, എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും അവർക്ക്. പാൽ കുടിക്കുന്ന കുട്ടികളാണെന്നുണ്ടെങ്കിൽ ആ ഒരു പാലിൻ്റെ ഉണ്ടാവും. അപ്പോൾ ആ കാര്യത്തിൽ ഇനി ആരും ടെൻഷൻ അടിക്കാതിരിക്കുക. കുട്ടികൾ വിശന്നിട്ടുണ്ടെങ്കിൽ കഴിച്ചോളും. നമ്മൾ കുത്തി അമ്പിച്ച് കൊടുക്കുമല്ലോ, അങ്ങനെ കൊടുക്കാതിരിക്കുക. ഇതിൽ വേറൊരു മെസ്സേജും കൂടി ഉണ്ട് കേട്ടോ. നമ്മൾ ഈ ഫോൺ ചെയ്യുന്ന സമയത്ത് നമ്മൾ ചുറ്റിലും അറിയില്ല എന്നുള്ളത്, ശ്രദ്ധിക്കണില്ല എന്നുള്ളത്. ഈ ഒരു സമയം കുട്ടികൾക്ക് നന്നായിട്ട് അറിയാം. നമ്മൾ ഫോൺ ചെയ്യുന്ന സമയത്ത് അവരെ ശ്രദ്ധിക്കില്ല എന്നുള്ളത്. അതവർ നന്നായിട്ട് മുതലാക്കും. എന്നിട്ട് അവർക്ക് ചെയ്യാനുള്ളതൊക്കെ ചെയ്യും. ക്രീമിൻ്റെ ബോട്ടിൽ കംപ്ലീറ്റ് അവർ പീച്ചിട്ടുണ്ടാവും. അതുപോലെ പൗഡർ കംപ്ലീറ്റ് ഒഴിച്ചിട്ടുണ്ടാവും. അരിപ്പൊടി, ഇങ്ങനത്തെ അനുഭവങ്ങൾ നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടോ? ഇതൊക്കെ കുട്ടികൾ ചെയ്യുക ഈ ഒരു സമയത്താണ്. നമ്മൾ അവരെ ശ്രദ്ധിക്കണില്ല എന്ന് കണ്ടു കഴിഞ്ഞാൽ അവർ ഒരുപാട് പണികൾ നമുക്ക് ഉണ്ടാക്കി തന്നിട്ടുണ്ടാവും, അവരെ ശ്രദ്ധ അങ്ങോട്ട് കൊണ്ടുവരാൻ. അപ്പോൾ ഇങ്ങനത്തെ അനുഭവം നിങ്ങൾക്കും ഉണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഉള്ള ആളുകൾ ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. അതുപോലെ തന്നെ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകളുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, ആ ബെല്ലൈക്കണും കൂടെ ഒന്ന് അമർത്തുക.